Good morning, students. We are going to discuss about the topic cloning vectors in the steps in genetic engineering. So in this class we will discuss about the plasmid vectors. So we had been discussing about the steps in genetic engineering. In this class we will discuss about the cloning vectors in the steps in genetic engineering. In the cloning vectors we will discuss plasmid vectors. So what is a cloning vector? Cloning vector is the central component of a gene cloning process. A small piece of DNA, which is a foreign DNA fragment, can be inserted into the cloning vector, and the insertion of the fragment is carried out by treating the vector and the foreign DNA with the restriction enzyme that creates the same overhang, then ligating the fragments together. So what is a cloning vector? The cloning vector is a very important component of a cloning process or a gene cloning process. So in order to insert a foreign DNA or a small piece of DNA into a plasmid cloning vector, you have to first cut the plasmid DNA and the foreign DNA or the gene of interest with the same restriction enzyme. Next, we will join the foreign DNA fragment into the plasmid DNA by using ligase enzyme to create the recombinant DNA. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിലെ ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്ന പാർട്ടാണ്. അപ്പോൾ ക്ലോണിംഗ് വെക്റ്റേഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക പ്ലാസ്മിഡ് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ക്ലോണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ജീൻ ക്ലോണിംഗ് പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് കോമ്പോണൻ്റ് ആണ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്റ്റേഴ്സിനെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ജീന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോണിംഗ് വെക്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്ലാസ്മിഡ് DNA ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഒരു ഫോറിൻ ജീനിനെ പ്ലാസ്മിഡ് വെക്റ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പ്ലാസ്മിഡ് DNA എടുക്കുക, പിന്നെ ഒരു ഫോറിൻ DNA എടുക്കുക. ഇനി ഈ ഫോറിൻ DNAനെയും പ്ലാസ്മിഡ് DNAനെയും സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് ക്ലീവ് ചെയ്യാം. അപ്പോൾ ഫോറിൻ DNAൻ്റെ ഒരു പീസ് കിട്ടും. ആ ഫോറിൻ DNAൻ്റെ പീസ് നമ്മൾ പ്ലാസ്മിഡ് DNAയിലേക്ക് ലിഗേറ്റ് ചെയ്യുക. എന്ത് ഉപയോഗിച്ചിട്ട്? ലിഗേസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ പ്ലാസ്മിഡ് DNAയിൽ ഇപ്പോൾ എന്തുണ്ട്? ഫോറിൻ DNA ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാസ്മിഡ് DNAയിൽ ഫോറിൻ DNA ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീകോമിനൻ്റ് DNA അല്ലെങ്കിൽ rDNA എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ക്ലോണിംഗ് വെക്ടറിലേക്ക് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുക? ആദ്യം തന്നെ പ്ലാസ്മിഡ് DNA എടുക്കുക, പിന്നെ ഒരു ഫോറിൻ DNA എടുക്കുക. അപ്പോൾ ഫോറിൻ DNAനെയും പ്ലാസ്മിഡ് DNAനെയും സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ക്ലീവ് ചെയ്യുക. അപ്പോൾ അവിടെ പ്ലാസ്മിഡിലൊരു ഗ്യാപ്പ് ഉണ്ടാവും, ക്ലോണിംഗ് DNAൻ്റെ ഒരു പീസും കിട്ടും. ആ പ്ലാസ്മിഡിലുള്ള ആ ഗ്യാപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആ ആ ഫോറിൻ DNAൻ്റെ പീസ് എടുത്തിട്ട് ലിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക DNA ലിഗേസ് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ പ്ലാസ്മിഡ് DNA ഉണ്ട്. ആ പ്ലാസ്മിഡ് DNAയിൽ നമ്മൾ എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഫോറിൻ DNA പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മിഡ് DNAയിൽ ഫോറിൻ DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA എന്ന് പറയും. സോ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ക്ലോണിംഗ് വെക്ടർ? It should have an origin of replication where replication starts. Next one, it should have a selectable marker gene. Next one, it should have restriction sites for many restriction enzyme. Next one, it should replicate inside the host cell to form the multiple copies of recombinant DNA. It should have next character is that it should have small size, that is, it should be less than 10 kb in size. So the characteristics of an ideal cloning vectors is that first one, it should have an origin of replication or ORI for its replication. Second one, it should have a selectable marker gene. Third one, it should have restriction sites for restriction enzyme. Fourth one, it should replicate inside the host cell to form multiple copies of recombinant DNA molecule. Fifth one, it should be of small size, that is, it should be less than 10 kb in size. അപ്പോൾ നല്ലൊരു പ്ലാസ്മിഡ് വെക്റ്റേഴ്സിന് അല്ലെങ്കിൽ നല്ലൊരു വെക്ടറിന് വേണ്ട ക്യാരക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, നല്ലൊരു വെക്ടറിന് എപ്പോഴും ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരു ഒറി വേണം.
അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ആ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സെലക്റ്റബിൾ മാർക്കർ ജീൻ ആയിരിക്കണം. യൂഷ്വലി സെലക്റ്റബിൾ മാർക്കർ ജീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ആണ്. അപ്പോൾ ഒരു സെലക്റ്റബിൾ മാർക്കർ ജീൻസ് വേണം, ഒരു ഒറിജിൻ വേണം. മൂന്നാമത്തത് അതിന് റെസ്ട്രിക്ഷൻ സൈറ്റ് വേണം. അതായത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവിടെയല്ലേ നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ സൈറ്റ് വേണം ആ വെക്ടറിന്. നാലാമത്തത് മൾട്ടിപ്പിൾ കോപ്പീസ്, അതായത് ഹോസ്റ്റ് സെല്ലിൽ ഈ പ്ലാസ്മിഡ് അല്ലെങ്കിൽ വെക്ടർ ഡിവൈഡ് ആയിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി വെക്ടർ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് റീകോമ്പിനൻ്റ് DNA പ്രൊഡ്യൂസ് ചെയ്യണം. അഞ്ചാമത്തത് സൈസ് സ്മോൾ ആയിരിക്കണം, അതായത് ചെറിയ സൈസ് ആയിരിക്കണം. അതായത് 10 kb കുറഞ്ഞ സൈസുള്ള വെക്ടേഴ്സാണ് യൂസ് ചെയ്യുക. സോ ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അലോ ദി വെക്ടർ ആസ് വെൽ ആസ് ദി ഫോറിൻ DNA ടു മൾട്ടിപ്ലൈ ഇൻ ദി ഹോസ്റ്റ് സെൽ. ഇപ്പോൾ ഹോസ്റ്റ് സെല്ലിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെക്ടർ DNA അല്ലെങ്കിൽ പ്ലാസ്മിഡ് DNA ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനാണ്. നെക്സ്റ്റ് ആണ് സെലക്റ്റബിൾ മാർക്കർ. യൂഷ്വലി എന്തായിരിക്കും? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആയിരിക്കും, which allows the host to grow on selective media and can selectively amplify this specific vector in the host cell. അതായത് ഈ റീകോമിനൻ്റ് DNA ഉള്ള സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്റ്റബിൾ മാർക്കർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ക്ലോണിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ സൈറ്റാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ്, അത് മൾട്ടിപ്പിൾ റെക്കഗ്നേഷൻ എൻസൈംസിൻ്റെ റെക്കഗ്നേഷൻ്റെ സൈറ്റ് ഉണ്ടായിരിക്കണം ആ ക്ലോണിങ് വെക്ടറിൽ. അത് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒറിജിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒറിജിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി ഫോറിൻ DNA ആംപ്ലിഫിക്കേഷന് കാരണമാകും. സെലക്റ്റബിൾ മാർക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെലക്റ്റബിൾ മാർക്കർ യൂഷ്വലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ആയിരിക്കും, ലൈക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഓർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്. അതായത് റീകോമിനൻ്റ് DNA ഉള്ള സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്റ്റബിൾ മാർക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ MCS അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലോണിങ് സൈറ്റ് ഉണ്ടാവും. അപ്പോൾ MCSൽ ഉണ്ടാകുക പല റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ കട്ടിംഗ് സൈറ്റാണ്. അത് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോണിങ് വെക്ടർ? Different types of cloning vectors are plasmid vectors, bacteriophage vectors, cosmid vector, phagemid vectors, phasemid vectors, shuttle vectors, phosmids vectors, bags and yaks, eukaryotic vectors, etc. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോണിങ് വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്മിഡ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് എ പ്ലാസ്മിഡ്? യു ഓൾറെഡി നോ. പ്ലാസ്മിഡ്സ് ആർ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ക്രോമസോമൽ DNA molecule. They are circular and self-replicating. The advantages of plasmid vector is that it is small and easy to handle, and it can be easily purified, and it can be easily selected, and it can be used for cloning small DNA fragment. The disadvantages of plasmid vector is that it is less useful for cloning large DNA fragment. അപ്പോൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്ലാസ്മിഡ് എന്ന് നിങ്ങൾക്ക് അറിയാം. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അത് സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. കാരണം അതിനൊരു ഒറിജിൻ ഉണ്ട്, അതുകൊണ്ട് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും. ഈ പ്ലാസ്മിഡ് വെക്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് സ്മോൾ ആയിരിക്കും. അത് നല്ലൊരു വെക്ടറിന് വേണ്ട ഒരു ക്യാരക്ടറാണ് സ്മോൾ സൈസ്. അപ്പോൾ അത് പ്ലാസ്മിഡിനുണ്ട്. സ്മോൾ ആയിരിക്കും. പിന്നെ ഈ ക്യാൻ ബി ഈസിലി പ്യൂരിഫൈഡ്. അത് പ്ലാസ്മിഡിനെ നല്ല ഈസി ആയിട്ട് നമുക്ക് സെല്ലിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി ഈസിലി സെലക്റ്റഡ്. അതായത് പ്ലാസ്മിഡ് DNA ഉള്ള സെൽസിനെ നമുക്ക് ഈസിലി സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലോണിങ് സ്മോൾ DNA ഫ്രാഗ്മെൻറ്റ്. അതായത് ചെറിയ DNAസിനൊക്കെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി പ്ലാസ്മിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്ക് എന്തായിരിക്കും? ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സിന് അതിൽ ക്ലോൺ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഡ്രോബാക്സ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ. പ്ലാസ്മിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു F പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ്. F പ്ലാസ്മിഡ് നമ്മൾ ഓൾറെഡി കോൺജുഗേഷൻ പറയുമ്പോൾ പഠിച്ചതാണ്. അത് കോൺജുഗേഷൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്മിഡാണ് F പ്ലാസ്മിഡ്. R പ്ലാസ്മിഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ് ഗീവ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ്. കോൾ പ്ലാസ്മിഡ് കോഡ്സ് ഫോർ ബാക്ടീരിയോസിൻ ഓർ കോളിസിൻസ് which protects it from other bacteria. Next is degradative plasmid, which helps in degrading unusual substances like toluene, salicylic acid, etc. Next is virulence plasmid, which gives
bacteria, its pathogenicity. Last one is suicide plasmid, that which get transferred to another bacterial cell but don't replicate further. So there are different types of plasmid based on the functions. They are F plasmid, which is important in conjugation, which is also known as fertility factor or F factor. Second one is R plasmid, which is resistant plasmid, which gives antibiotic resistance. Third one is Col plasmid, which codes for bacteriocins, which kills the other bacteria, or the colicins or the bacteriocins, which helps in killing other bacteria. Next is the degradative plasmid, which helps in degrading unusual substances like toluene, salicylic acid, etc. Next is the virulence plasmid, which give pathogenicity to the bacteria. Last one is suicide plasmid, which does not replicate and just get transferred to another bacterial cell. And based on the origin, the plasmids can be classified into artificial plasmid and natural plasmids. The artificial plasmids are obtained by modifying the natural plasmid. The natural plasmids example is Col E1 in E. coli. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ് ഉണ്ട്. ഫംഗ്ഷൻ്റെ ബേസിൽ എഫ് പ്ലാസ്മിഡ്, അതായത് നമ്മുടെ കോൺജുഗേഷനിലുള്ള പ്ലാസ്മിഡാണ് എഫ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ്. പിന്നെ ആർ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തരുന്ന റെസിസ്റ്റൻ്റ് പ്ലാസ്മിഡാണ്. അതായത് ഈ പ്ലാസ്മിഡ് ഉള്ളവർക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെയുള്ളതാണ് കോൾ പ്ലാസ്മിഡ്, അതായത് ബാക്ടീരിയോസിൻസിനെ കോഡ് ചെയ്യുന്ന പ്ലാസ്മിഡാണ് കോൾ പ്ലാസ്മിഡ്. ഇതെന്ത് ചെയ്യും? മറ്റുള്ള ബാക്ടീരിയനെ കില്ല് ചെയ്യും. നെക്സ്റ്റ് ആണ് ഡീഗ്രേഡേറ്റീവ് പ്ലാസ്മിഡ്. അപ്പോൾ ഡീഗ്രേഡേറ്റീവ് പ്ലാസ്മിഡ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അൺയൂഷ്വൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സീനോബയോട്ടിക്സിനൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വിറുലൻസ് പ്ലാസ്മിഡ് ബാക്ടീരിയൻ്റെ പാത്തജനിസിറ്റിക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മിഡാണ് വിറുലൻസ് പ്ലാസ്മിഡ്. ലാസ്റ്റ് വണ്ണാണ് സൂയിസൈഡ് പ്ലാസ്മിഡ്, അതായത് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറെ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നടക്കാതെ, അതായത് ആ പ്ലാസ്മിഡിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവില്ല. അത് ജസ്റ്റ് എന്ത് ചെയ്യും? ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറെ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒറിജിൻ്റെ ബേസിസിൽ 2 ടൈപ്പ് പ്ലാസ്മിഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫംഗ്ഷൻ്റെ ബേസിസുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിൻ്റെ ബേസിസുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഒറിജിൻ്റെ ബേസിസിൽ 2 ടൈപ്പ് പ്ലാസ്മിഡ്സ് ഉണ്ട്, നാച്ചുറൽ പ്ലാസ്മിഡും ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡും. അപ്പോൾ നാച്ചുറൽ പ്ലാസ്മിഡ്സ് എന്താണ്? അതായത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പ്ലാസ്മിഡാണ് നാച്ചുറൽ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ്സ് എന്താണ്? നാച്ചുറൽ പ്ലാസ്മിഡ്സിൻ്റെ മോഡിഫിക്കേഷൻ വഴി ഉണ്ടാക്കുന്ന പ്ലാസ്മിഡ്സ് ആണ് ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ്. നാച്ചുറൽ പ്ലാസ്മിഡിൻ്റെ എക്സാമ്പിളാണ് കോൾ E1. ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡിൻ്റെ എക്സാമ്പിളാണ് PBr322, അങ്ങനെ പലതും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ദി ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് വി ഹാവ് ടു സ്റ്റഡി ഈസ് PBr322. ഇത് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും. So PBr322 is an artificial plasmid vector and it is a widely used cloning vector. Its size is 4363 base pair and ഇപ്പോൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡാണ് PBr322. അതിൻ്റെ സൈസ് 4363 ബേസ് പെയർസ് ആണ്. പിന്നെ അതിൻ്റെ നോമൻക്ലേച്ചർ PBr322, അതിൽ P stands for plasmid, BR stands for its inventors, that is Bolivar and Rodriguez, who developed this plasmid. Next is 322 is the order it distinguishes it from other plasmids. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെയാണ് ഇട്ടത്? PBr322 എന്നുള്ള പേരെങ്ങനെയാണ് ഈ പ്ലാസ്മിഡിന് ഇട്ടത്? P സ്റ്റാൻഡ് ചെയ്യുന്നത് പ്ലാസ്മിഡിൻ്റെ P ആണ്. ആ P BR എന്ന് പറയുന്നത് ബൊളിവർ ആൻഡ് റോഡ്രിക്സ്. അതായത് ഈ പ്ലാസ്മിഡ് ഡെവലപ്പ് ചെയ്ത 2 ആൾക്കാരാണ് ബൊളിവർ ആൻഡ് റോഡ്രിക്സ്. അപ്പോൾ അവരുടെ പേരാണ് ഈ BR റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 322 ആ പ്ലാസ്മിഡിൻ്റെ നമ്പറാണ്. അത് വേറെ പ്ലാസ്മിഡിൽ നിന്ന് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിന് 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്. PBr322നുള്ള 2 സെലക്റ്റബിൾ മാർക്കേഴ്സാണ് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനായിരിക്കും സെലക്റ്റബിൾ മാർക്കേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PBr322ന് 2 മാർക്കേഴ്സ് ഉണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. ഇതിൽ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിനെ കോഡ് ചെയ്യുന്ന ജീനാണ് BLA അല്ലെങ്കിൽ
പിന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനെ കോഡ് ചെയ്യുന്ന ജീനാണ് ടെറ്റ് എ എന്ന ജീന്. പിന്നെ അതിനൊരു ഒറിജിൻ ഉണ്ട്, അതിൻ്റെ റിപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫിഗർ നോട്ടിൽ വരയ്ക്കുക, ഇതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി ഈസിയാണ്. ഒരു ആംബിസിലിൻ റെസിസ്റ്റൻ്റ്, ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ്, ഒരു ഒറിജിൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ സൈസും ഏതാണ് നടുക്ക്. The plasmid has unique restriction site for more than 40 restriction enzyme. അപ്പോൾ അത് 40ഓളം റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് PBr322 ഇതാണ് PBr322 ഫിഗർ. അപ്പോൾ ഒരു ഒറിജിൻ ഉണ്ടാവും, ഒരു ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് PBr322. The ampicillin resistance gene is obtained from the plasmid RSF2124, naturally occurring antibiotic resistant plasmid in E. coli, and the tetracycline resistance is derived from PSC101. The origin is derived from plasmid coli1. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ PBr322 എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് ആണ്. അപ്പം പല നാച്ചുറൽ പ്ലാസ്മിഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് PBr322 എന്ന ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് ഉണ്ടാക്കുക, അതായത് നാച്ചുറൽ പ്ലാസ്മിഡ്സിൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ് ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പം പല നാച്ചുറൽ പ്ലാസ്മിഡ്സിൻ്റെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡായ PBr322 ഉണ്ടാക്കുന്നത്. അപ്പം PBr322ൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീന്, പിന്നെ ഒറിജിൻ. ഈ 3 പാർട്ടും ഡിറൈവ് ചെയ്തിരിക്കുന്നത് 3 ഡിഫറെൻറ്റ് നാച്ചുറൽ പ്ലാസ്മിഡ്സ് എന്നാണ്. ഇപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന് നമ്മൾ ഡിറൈവ് ചെയ്തത് പ്ലാസ്മിഡ് RSF2124 എന്നാണ്. ഇത് ഈക്വളായി കാണുന്ന ഒരു നാച്ചുറൽ പ്ലാസ്മിഡാണ് ഈ RSF2124 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ RSF2124 എന്നാണ് നമ്മൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എടുക്കുന്നത്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീന് നമുക്ക് കിട്ടുന്നത് PSC101 എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ പ്ലാസ്മിഡിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ ഒറിജിൻ, അതായത് PBr322ൻ്റെ ഒറിജിൻ കിട്ടുന്നത് coli1 എന്ന നാച്ചുറൽ പ്ലാസ്മിഡിൽ നിന്നാണ്. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് കിട്ടുന്നത് പ്ലാസ്മിഡ്, നാച്ചുറൽ പ്ലാസ്മിഡായ RSF2124, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ പ്ലാസ്മിഡായിട്ടുള്ള PSC101 എന്നാണ്. പിന്നെ ഒറിജിൻ കിട്ടുന്നത് coli1 എന്നാണ്. So recombination selection with PBr322 is done by insertion and inactivation of an antibiotic resistance gene. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. അപ്പോൾ ഈ വെക്ടർ പഠിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഈ ടേം നിങ്ങൾക്ക് കാണാം, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫോറിൻ DNA ഏത് ജീനിൽ ഇൻസേർട്ട് ചെയ്യുന്നോ ആ ജീനിൻ്റെ ഫങ്ഷൻ ഇല്ലാതാവും, അല്ലെങ്കിൽ ആ ജീന് ഇനാക്റ്റീവായിട്ട് മാറും. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ PBr322ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ PBr322ന് ഏതൊക്കെ സെലക്റ്റബിൾ മാർക്കർ ജീൻസ് ഉണ്ട്? 2 ആണുള്ളത്, ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും. സപ്പോസ് ഈ ഫോറിൻ DNA വന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോറിൻ ജീന് ഇൻസേർട്ട് ചെയ്യുന്ന ജീനിൻ്റെ ഫങ്ഷൻ എന്തുണ്ടാവും? ഇല്ലാതെയാവും, അല്ലെങ്കിൽ ആ ജീന് ഇനാക്റ്റീവ് ആവും. അപ്പോൾ അതാണ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിലാണ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന് ഇനാക്റ്റീവായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തിക്കോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് വഴിയാണ് നമ്മൾ ഫോറിൻ DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്തിക്കോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഏത് ജീനിലാണോ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത് ആ ജീന് ഇനാക്റ്റീവായിട്ട് മാറും. അപ്പം നമുക്ക് അങ്ങനെ ഫോറിൻ DNA അല്ലെങ്കിൽ റീകോമിനൻ്റ് DNA ഉള്ള സെൽസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, യൂസസ് ഓഫ് PBr322. It is used as cloning vector. It is used as a model system for study of prokaryotic transcription and translation. അപ്പോൾ ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് PBr322. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് is small size. Its small size enables easy purification and manipulation. PBr322ന് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും.
പിന്നെ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഹെൽപ്സ് ഇൻ ഈസി സെലക്ഷൻ ഓഫ് റീകോമിനൻറ്റ് DNA. ഇപ്പോൾ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, അത് അതിൻ്റെ ഈസി സെലക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കോപ്പി നമ്പർ എന്ന് പറയുന്നത് 3000 ആണ്. കോപ്പി നമ്പർ വളരെ ഹൈ ആണ്. കോപ്പി നമ്പർ എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്മിഡ് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്ലാസ്മിഡ്സിൻ്റെ എണ്ണമാണ് കോപ്പി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ PBR 322 ഡിവൈഡ് ചെയ്തിട്ട് 3000 കോപ്പീസ് വരെ ഉണ്ടാവും. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ് ഹാസ് എ വെരി ഹൈ മൊബിലിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ മൂവ് ടു അനദർ സെൽ ഇൻ ദി പ്രസൻസ് ഓഫ് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്. ഇതിന് മൊബിലിറ്റി കൂടുതലാണ്. രണ്ടാമത്തത്, ചെറിയ സൈസുള്ള DNA മാത്രമേ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തത്, നോട്ട് എ വെരി ഹൈ കോപ്പി നമ്പർ അത്ര വെരി ഹൈ ഒന്നല്ല. പിന്നെ സ്ക്രീനിങ് പ്രോസസ്സ് ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് വെക്ടർ is PUC വെക്ടർ. The PUC വെക്ടർ is obtained by modifying PBR 322 വെക്ടർ. അപ്പോൾ PBR 322ൻ്റെ മോഡിഫിക്കേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെക്ടർ അല്ലെങ്കിൽ പ്ലാസ്മിഡ് ആണ് PUC വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ PBR 322 മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ വെക്ടറാണ് PUC വെക്ടർ എന്ന് പറയുന്നത്. PUC വെക്ടർ is smaller than PBR 322 but have a high copy number. അപ്പോൾ PUC വെക്ടർ ഉണ്ടാക്കിയത് എന്തിൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ്? PBR 322ൻ്റെ മോഡിഫിക്കേഷൻ വഴി ഉണ്ടാക്കിയതാണ് PUC വെക്ടർ. അപ്പോൾ PUC വെക്ടറിൻ്റെ കോപ്പി നമ്പർ ഹൈ ആയിരിക്കും PBR 322നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ PUC വെക്ടർ, അപ്പോൾ PUC എന്ന പേരെങ്ങനെയാണ് ഇട്ടത്? P for പ്ലാസ്മിഡ്, UC for യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, അതുകൊണ്ടാണ് ഇതിന് PUC എന്ന പേര് കൊടുത്തത്. P for പ്ലാസ്മിഡ് ആണ്. നെക്സ്റ്റ്, PUC വെക്ടറിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. അതിനൊരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ഒറിജിൻ ഡിറൈവ് ചെയ്യുന്നത് കോൾ E1 എന്നാണ്. PBR 322ൻ്റെ കോൾ E1 എന്നാണ്. ഇതിൻ്റെ സെലക്റ്റബിൾ മാർക്കർ ജീനാണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന്. പിന്നെ ഒരു ലാക്സഡ് ജീൻ ഉണ്ടാവും. ലാക്സഡ് ജീനിൻ്റെ അകത്താണ് മൾട്ടിപ്പിൾ ക്ലോണിങ് സൈറ്റ് ഉണ്ടാകുക. ഈ ലാക്സഡ് ജീന് കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസിന് കോഡ് ചെയ്യുന്ന ജീനാണ് ലാക്സഡ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്താക്കും? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബീറ്റ ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ലാക്സഡ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ PUCക്ക് ആ പേര് കിട്ടാൻ കാരണം P for പ്ലാസ്മിഡ്, UC for യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ആണ്. ഇത് PUC ഡെവലപ്പ് ചെയ്തത് PBR 322ൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ്. ഇതിന് ഹൈ കോപ്പി നമ്പർ ഉണ്ട്. പിന്നെ ഇതിന് എന്തൊക്കെ പാർട്സ് ആണുള്ളത്? ഒന്നാമത്തത്, PUC വെക്ടറിന് ഒരു ഒറിജിൻ ഉണ്ടാവും. ഈ ഒറിജിന് കിട്ടുന്നത് PBR 322 എന്നാണ്. അപ്പോൾ PBR 322ക്ക് ഈ ഒറിജിൻ കിട്ടിയത് എവിടെ നിന്നാണ്? കോൾ E1 പ്ലാസ്മിഡ് എന്നാണ്. പിന്നെ PUC വെക്ടറിൻ്റെ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും ഉണ്ടാവും. പിന്നെ ഒരു ലാക്സഡ് ജീനും ഉണ്ടാവും. അപ്പോൾ ഈ ലാക്സഡ് ജീന് കോഡ് ചെയ്യുന്നത് എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. അത് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ലാക്സഡ്, ഇപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്ക്രീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത PUC വെക്ടറിനെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യാത്ത PUC വെക്ടറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലും ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൾ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ലാക്സഡ് ജീൻ ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദി വെക്ടർ കോഡ്സ് ഫോർ ദി എൻസൈം beta galactosidase which act on the chromogenic substrate called X-gal. The presence of laxed gene is induced by the another compound called IPTG, that is isopropyl thiogalactosidase. When the enzyme substrate reaction takes place, the X-gal is converted from white to a blue compound. Now the laxed gene itself has an MCS or multiple cloning site. Hence the gene of interest has been introduced into laxed gene. It gets inactivated. So the X-gal is not converted and the color will be white. അപ്പോൾ ഈ ലാക്സഡ് PUC വെക്ടറിൻ്റെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്
ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പം ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് പല തവണ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പം ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പേര് പോലെ തന്നെ ബ്ലൂ കളർ കോളനീസ് ഉണ്ടാവും, വൈറ്റ് കളർ കോളനീസും ഉണ്ടാവും. അപ്പോൾ ഏതിലാണ് റീകോമിനൻറ്റ് DNA ഉള്ളത്, അത് ഏത് PUC വെക്ടറിലാണ് റീകോമിനൻറ്റ് DNA ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് ഇപ്പോൾ പേര് തന്നെ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് കോളനീസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ബ്ലൂ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നോൺ റീകോമിനൻറ്റ് PUC വെക്ടർ ഉള്ളവരാണ് ബ്ലൂ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുക. റീകോമിനൻറ്റ് PUC വെക്ടർ ഉള്ളവർ വൈറ്റ് കോളനീസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ PUC വെക്ടറിൽ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തവരാണ് റീകോമ്പിനൻറ്റ് PUC വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വൈറ്റ് കോളനീസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? PUC വെക്ടറിൽ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യാത്തവരാണ് നോൺ റീകോമ്പിനൻസ് എന്ന് പറയുന്നത്. അവർ ബ്ലൂ കോളനീസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലാക്സഡ് ജീന് ആണ് പിന്നെ PUC വെക്ടറിൻ്റെ സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ ഈ ലാക്സഡ് ജീന് കോഡ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത്. ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യും? ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ്, അതായത് ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉണ്ടാവും നമ്മുടെ കൾച്ചറിൽ. ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആണ് എക്സ് ഗാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് ഗാലിനെ ഒരു ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ, അതായത് IPTG, അതായത് ഐസോപ്രോപ്പൈൽ തയോ ഗാലക്ടോസിഡേസ് എന്ന ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഈ വൈറ്റ് കളറിലുള്ള എക്സ് ഗാലിനെ എന്ത് ചെയ്യും? ലാക്സഡ് ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ ഗാലക്ടോസിഡേസ് ഈ വൈറ്റ് കളറിലുള്ള എക്സ് ഗാലിനെ ബ്ലൂ കളറിലുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നോർമൽ കണ്ടീഷനിൽ നടക്കുന്നത്. അതായത് ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത PUC വെക്ടർ ഉള്ള സെൽസ് എന്ത് ചെയ്യും? ഈ ലാക്സഡ് ജീന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ക്രോമോജനിക് റോ മെറ്റീരിയലായ എക്സ് ഗാലിനെ വൈറ്റ് കളറിൽ നിന്ന് ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത കണ്ടീഷനാണ്. അതായത് നോൺ റീകോമിനൻറ്റ് സെൽസിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സപ്പോസ് ഒരു ഫോറിൻ DNA വന്നിട്ട് ലാക്സഡ് ജീനിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ലാക്സഡ് ജീനിൽ ഒരു ഫോറിൻ DNA വന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ സംഭവിക്കും. അപ്പോൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ലാക്സഡ് ജീൻ എന്താവും? ഇനാക്റ്റീവ് ആവും. അപ്പം ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പം വെള്ള കളറിലുള്ള എക്സ് ഗാല് എന്ത് ചെയ്യും? എക്സ് ഗാലിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എക്സ് ഗാൽ എന്ത് കളറിലായിരിക്കും? വെള്ള കളർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റീകോമ്പിനൻസ് വൈറ്റ് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. അപ്പോൾ ഈ PUC വെക്ടറിലുള്ള സെലക്റ്റബിൾ മാർക്കർ ജീനാണ് ലാക്സഡ് ജീന്. അപ്പോൾ ഈ ലാക്സഡ് ജീന് കോഡ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയയിൽ എക്സ് ഗാൽ എന്ന് പറഞ്ഞ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് ആണ് എക്സ് ഗാൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു ഇൻഡ്യൂസർ ഉണ്ട് IPTG എന്ന് പറഞ്ഞത്. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ കണ്ടീഷനാണ് നോൺ റീകോമ്പിനൻറ്റ് കണ്ടീഷൻ. അതായത് ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത PUC വെക്ടർ. അപ്പം നോർമലായിട്ട് എല്ലാം നോർമലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ലാക്സഡ് ജീന് നോർമലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യും? വൈറ്റ് കളറിലുള്ള എക്സ് ഗാലിനെ ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നോൺ റീകോമ്പിനൻസ്, അതായത് ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത ബാക്ടീരിയൽ കോളനീസ് അല്ലെങ്കിൽ PUC വെക്ടറുള്ള ബാക്ടീരിയൽ കോളനീസ് എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും? ബ്ലൂ കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഒരു ഫോറിൻ DNA ലാക്സഡ് ജീനിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? ഇൻസേർഷൻ ഇനാക്ടിവേഷൻ സംഭവിക്കും. അതായത് അത് ഇനാക്റ്റീവായിട്ട് മാറും. അപ്പോൾ ലാക്സഡ് ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ എന്ത് കൺവേർട്ട് ചെയ്യില്ല? എക്സ് ഗാലിൻ്റെ കൺവേർഷൻ നടക്കൂല. അപ്പോൾ എക്സ് ഗാല് വെള്ള കളറാണ്. അപ്പോൾ അതായത് റീകോമ്പിനൻറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറും എന്തായിരിക്കും? വെള്ള കളറാണ്. കാരണം ഇവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടാകുന്നില്ല. കാരണം ലാക്സഡ് ജീന് ഫോറിൻ DNA ഇൻസേർഷൻ കാരണം ഇനാക്റ്റീവ് ആയിട്ടാണ് ഉള്ളത്. ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ എക്സ് ഗാലിൻ്റെ കൺവേർഷൻ നടക്കുന്നില്ല. അത് വെള്ള കളർ കോളനീസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രമുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്. അപ്പോൾ അതിൽ ബ്ലൂ കളറിൽ കാണുന്നത് നോൺ റീകോമ്പിനൻസ് ആണ്, അതായത് ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത PUC വെക്ടേഴ്സ് ഉള്ള സെൽസാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. വൈറ്റ് കളറിൽ കാണുന്നത് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത റീകോമ്പിനൻസ് ആണ്. So what are the advantages of PUC vector? First one, it is having high copy number. Next one, it is easy to select. Next is it is having unique restriction sites. Disadvantage is that it cannot accommodate a gene of interest larger than 15 kb. അപ്പോൾ 15 KB സൈസ് കൂടിയ DNA ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതാണ് PUC വെക്ടറിൻ്റെ ചിത്രം. ഇത് നോട്ടിൽ വരയ്ക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നില്ല, 2 സെലക്ടബിൾ മാർക്കേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന്, രണ്ടാമത്തത് ലാക്സഡ് ജീൻ. ഈ ലാക്സഡ് ജീനിൽ പല റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ കട്ടിങ് സൈറ്റ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ എൻസൈമാണ് ആ കാണിച്ച NDE, NAR, BG, ഇതെല്ലാം റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇതിൻ്റെ ഒക്കെ കട്ടിങ് സൈറ്റ് ലാക്സഡിലുണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേര് എഴുതണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ അകത്ത് ആംബിസിലിൻ റെസിസ്റ്റൻസും ലാക്സഡും ലാക്കായും വേണമെന്നില്ല, പിന്നെ ഒരു ഒറിജിനും കൊടുക്കുക. അപ്പം അത് മാത്രം മതി. അപ്പം അതാണ് ഫിഗറിൽ വേണ്ടു. അപ്പം ഈ XMN, സ്കാവൺ ഇതൊന്നും വേണ്ട. അപ്പം റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേരൊന്നും എഴുതണ്ട. നിങ്ങൾ ഈ ആംബിസിലിൻ റെസിസ്റ്റൻസും ലാക്സഡും ഒറിജിനും വരച്ചാൽ മതി. ഇപ്പോൾ PUC വെക്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് PUC 18. Next one is bacterial artificial chromosome. It is a synthetic plasmid that behaves as an additional genetic material in bacteria and is called bacterial artificial chromosome. അപ്പോൾ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഒരു സിന്തറ്റിക് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ്. അത് ഒരു എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത്. നോർമലി ബാക്ടീരിയയ്ക്ക് ഓൾറെഡി ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ ന്യൂക്ലിയസിൽ. അപ്പോൾ ഈ പ്ലാസ്മിഡ് ഉണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പേരിട്ടത്. So bacterial artificial chromosome exists as a single copy in bacterial cells and inherited from parent to daughter cells during cell division. അപ്പോൾ ഈ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഒരു സെല്ലിൽ ഒന്ന് മാത്രമേ ഉണ്ടാവൂ. എന്നിട്ട് ഇത് പാരൻറ് സെല്ലിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് സെൽ ഡിവിഷൻ വഴിയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സോ ബാക്ക് ആർ കൺസ്ട്രക്റ്റഡ് ഫ്രം F പ്ലാസ്മിഡ് ഓഫ് ഈക്വൾ. F പ്ലാസ്മിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അതായത് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ് ആണ് F പ്ലാസ്മിഡ്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കും യാക്കും. അപ്പോൾ യാക്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. അത് നമ്മൾ യൂക്കാരിയോട്ടിക് വെക്ടേഴ്സ് ഇടുമ്പോൾ പഠിക്കും. ബാക്ക് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. അതൊരു പ്ലാസ്മിഡ് വെക്ടറാണ്. അത് നിങ്ങളിപ്പം പഠിക്കും. അപ്പം ബാക്കും യാക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ പ്ലാസ്മിഡ് വെക്ടറിനെ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത്? കാരണം ഈ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഒരു എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നോർമലി ബാക്ടീരിയക്ക് അതിൻ്റെ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും ന്യൂക്ലിയസിൽ. അത് കൂടാതെ ഈ ബാക്ക് ഒരു എക്സ്ട്രാ ജെനറ്റിക് മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഇത് ഒരു സെല്ലിൽ ഒരു കോപ്പി മാത്രമേ ഉണ്ടാവും. ആ സെല്ലിലുള്ള ഒരു ബാക്ക് എന്ത് ചെയ്യും? പാരൻസ് നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് സെൽ ഡിവിഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ബാക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് F പ്ലാസ്മിഡ് ഓഫ് ഈക്വളയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഒരു ബാക്കിൻ്റെ ഫിഗർ. അപ്പോൾ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പല ജീൻസ് ഉണ്ട്. പാറ ഉണ്ട്, പാർബി ഉണ്ട്, പിന്നെ ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, ഒരു ഒറിജിൻ ഉണ്ട് നോൺ എസ് ORI-S, പിന്നെ ഒരു REPE ഉണ്ട്, പിന്നെ SP6 പ്രൊമോട്ടർ ജീൻ ഉണ്ട്, T7 പ്രൊമോട്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. അപ്പോൾ ഇത് ഓരോ ജീൻസിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. അപ്പോൾ REPEൻ്റെ ഫങ്ഷൻ എന്താണ്? It helps in replication and it helps in regulation of copy number. അപ്പോൾ റിപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് REPE. അപ്പോൾ REP സ്റ്റാൻഡ്സ് ഫോർ റിപ്ലിക്കേഷൻ. അപ്പോൾ റിപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ബാക്കിൻ്റെ റിപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ജീൻസാണ് REPE. അപ്പോൾ REP എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? അതായത് റിപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്
നമ്മൾ ആ ജീനിന് REP എന്ന പേരിട്ടത്. REP ഫോർ റെപ്ലിക്കേഷൻ. അപ്പം ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻ പറയാൻ പറ്റും. കാരണം REP എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് 2 ജീൻസ് ആണ് PAR-A ആൻഡ് PAR-B ഫോർ പോർഷനിങ് F പ്ലാസ്മിഡ് DNA ടു ഡോക്ടർ സെൽസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അതായത് ഈ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ബാക്കിനെ പാരൻറ് സെല്ലിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് PAR-A PAR-B. അപ്പം PAR ഫോർ പാരൻറ്റ്. അപ്പോൾ PAR എന്തിനാണ്? PAR സ്റ്റാൻഡ് ചെയ്യുന്നത് പാരൻറ്റിനെ റെപ്രസെൻറ്റേറ്റ് ആണ്. അപ്പം പാരൻറ്റിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് ഈ ബാക്കിൻ്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന ജീൻസ് ആണ് PAR-A ആൻഡ് PAR-B. പിന്നെ ഇതിലൊരു സെലക്റ്റബിൾ മാർക്കർ ഉണ്ട്, ലാക്സഡ് ജീൻ ഉണ്ട്. ലാക്സഡ് ജീനാണ് ഇതിലെ സെലക്റ്റബിൾ മാർക്കർ. നമ്മളത് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് വഴി സെലക്ട് ചെയ്യും. പിന്നുള്ളതാണ് T7 ആൻഡ് SP6 പ്രൊമോട്ടർ. ഇത് ഫേജ് പ്രൊമോട്ടേഴ്സ് ആണ്. ഇത് ആ ഫേജ് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഉള്ളതാണ് ORES ഫോർ ഓറിജിൻ. ഇപ്പം എന്തൊക്കെ ജീൻസ് ആണുള്ളത്? PAR-Aയും PAR-Bയും ഉണ്ട്. PAR-A PAR-B. PAR ഫോർ പാരൻറ്റ്, അതായത് പാരൻറ്റിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് ഈ ബാക്കിൻ്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന ജീൻസ് ആണ് PAR-A PAR-B. PAR ഫോർ പാരൻറ്റ്. പിന്നെ ഒരു ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. അതാണ് ഇതിലെ സെലക്റ്റബിൾ മാർക്കർ. അതാണ് CMR എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് ജീനാണ്. പിന്നെ REP ഫോർ റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ ബാക്കിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് REP എന്ന ജീന്. മാത്രമല്ല അതിൻ്റെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യും. പിന്നെ ഒരു ഒറിജിൻ ഉണ്ട്, ORES. പിന്നെ ലാക്സഡ് ജീൻ ഉണ്ട് സെലക്റ്റബിൾ മാർക്കറായിട്ട്. വേറൊരു സെലക്റ്റബിൾ മാർക്കറാണ് ലാക്സഡ് ജീന്. പിന്നെ ഫേജിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, T7 ആൻഡ് SP6 പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അപ്പോൾ ഇത് ഈസിയാണ് പഠിക്കാൻ. ആദ്യം ഈ ഫിഗറാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗർ പഠിച്ച് കഴിഞ്ഞിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം? അതിലുള്ള ഓരോ ജീൻസിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിഗർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഫിഗറാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഫിഗർ പഠിച്ചിട്ടാണ് നിങ്ങൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. കാരണം ഫിഗർ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ എല്ലാ പ്ലാസ്മിഡ് വെക്ടേഴ്സിൻ്റെ കേസിലും ഫിഗറാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിലുള്ള ഓരോ ജീൻസിൻ്റെ ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കേസിലും ഫിഗറാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഫിഗർ വരച്ച് പഠിക്കുക, എന്തെങ്കിലും ചെയ്യുക. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ബാക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഫോർ മോഡലിംഗ് ജെനറ്റിക് ഡിസീസസ് ഇൻ സ്റ്റഡി ഓഫ് എഫക്ട്സ് ഇൻ എക്സ്പെരിമെൻ്റ് ഓൺ ട്രാൻസ്ജെനിക് മൈസ്. അപ്പോൾ ജെനറ്റിക് ഡിസീസസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ന്യൂറോളജിക്കൽ ഡിസീസ് ലൈക്ക് അൾസിമേഴ്സ് ഡിസീസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ലാർജ് വൈറസിനൊക്കെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു. അപ്പോൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിൽ വരുന്ന 3 വെക്ടേഴ്സാണ് PBR322, PUC ആൻഡ് ബാക്ക്. ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ലോണം പഠിക്കുക, ഫിഗർ നല്ലോണം വരച്ച് പഠിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുക കോസ്മിഡ്സും ഫേസ്മിഡ്സും ഷട്ടിൽ വെക്ടേഴ്സൊക്കെയാണ്. ബാക്കിയുള്ള വെക്ടേഴ്സിന് എടുക്കും. അപ്പോൾ പിന്നെയും വെക്ടേഴ്സ് ഉണ്ട്, ബാക്ടീരിയ ഫേജ് വെക്ടേഴ്സ് ഉണ്ട്, യൂക്കാരിയോട്ടിക് വെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പലതരം വെക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്.